ഷിനോജ്, ഈ ഒരു പ്രചരണങ്ങൾ ഇങ്ങനെ പൊടിപൊടിക്കുന്ന ഒരു സമയത്ത് വോട്ട് പിടിക്കാൻ വലിയ തിരക്ക് സ്ഥാനാർത്ഥികൾ കൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ അൻവറിനായി യൂസഫ് പഠാൻ എത്തുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്നാണ് യൂസഫ് പഠാൻ എത്തുക? ജയലക്ഷ്മി, തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അൻവർ നൽകിയ ഈ പത്രിക കൊടുക്കുന്ന സമയത്ത് അൻവർ പറഞ്ഞൊരു കാര്യം, മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ നിലമ്പൂരിൽ തനിക്ക് വേണ്ടി പ്രചാരണത്തിന് എത്തുമെന്നായിരുന്നു. പക്ഷേ ആ പത്രിക തള്ളിയത് അൻവർ വരുത്തിയ ബോധപൂർവമായ പിഴവാണെന്ന് സംബന്ധിച്ച് വിവാദങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിലമ്പൂരിൽ സജീവമാണ്. ആ സമയത്താണ് ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ MP യൂസഫ് പഠാൻ കൂടി നിലമ്പൂരിൽ അൻവറിന്റെ പ്രചാരണത്തിനായി എത്തുന്നു എന്നൊരു വിവരം അൻവർ ക്യാമ്പ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള MP മാർ, പ്രത്യേകിച്ച് തന്റെ ഈ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട പത്രിക തള്ളിയതിന് പിന്നാലെ ഇനി ആരെങ്കിലും അൻവറിന് വേണ്ടി വോട്ട് ചോദിച്ച് നിലമ്പൂരിൽ എത്തുമോ എന്ന ചില സംശയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാളിൽ നിന്നുള്ള ഏതെങ്കിലും MP മാർ. പക്ഷേ അതിനൊരു സ്ഥിരീകരണം വരികയാണ്. യൂസഫ് പഠാൻ MP അൻവറിന് വേണ്ടി വോട്ട് ചോദിച്ച് ജൂൺ 15-ന് നിലമ്പൂരിൽ എത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. 3 മണിക്ക്, അതായത് ജൂൺ 15 3 മണിക്ക് നിലമ്പൂർ മുതൽ വഴിക്കടവ് വരെ ഒരു റോഡ് ഷോ യൂസഫ് പഠാൻ ഉണ്ടാകും. അൻവറും ആ വാഹനത്തിനൊപ്പം ഉണ്ടാകും. മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള MP മാർ ഇതിലേക്ക് ഉണ്ടാകുമോ എന്ന സംശയമാണ് ഇനി ബാക്കിയുള്ളത്. അല്ലെങ്കിൽ യൂസഫ് പഠാനും അൻവറുമായിരിക്കും ഈ വാഹന പ്രചാരണ ജാഥയിൽ ഉണ്ടാകുക, ഈ റാലിയിൽ ഉണ്ടാകുക. മഹുവ മൊയ്ത്ര ഇല്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് നിലവിൽ അൻവർ ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂസഫ് പഠാൻ കൂടി അൻവറിന്റെ പ്രചാരണത്തിലേക്ക് എത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള കായിക മേഖലയ്ക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്.